ഇന്ത്യ പാക് അതിർത്തികൾ ശാന്തം. വെടിനിർത്തൽ സാഹചര്യം നിരീക്ഷിക്കുന്നുവെന്ന് സൈന്യം അറിയിച്ചു. ആശങ്കകൾ പരിഗണിച്ച് 8 വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും റദ്ദാക്കി. ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർ വീടുകളിലേക്ക് മടങ്ങുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ശ്രീനഗറിലെ സ്കൂളുകൾ ഇന്ന് തുറന്നു. സ്ഥിതിഗതി സാധാരണ നിലയിലായ ശേഷം അതിർത്തിയിലെ സ്കൂളുകൾ തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പത്താൻകോട്ടിൽ നിന്ന് വിനീത വിജയ്, ഒപ്പം ശ്രീനാഥ് ചന്ദ്രൻ സാംബയിൽ നിന്ന്. ആദ്യം പോകുന്നത് ശ്രീനാഥ് ചന്ദ്രനിലേക്കാണ്. ശ്രീനാഥ്, ഇന്നലെ സാംബയിലൊക്കെ ഡ്രോണുകൾ എത്തിയെന്നൊരു വാർത്തയുണ്ടായിരുന്നു. സൈന്യം എനിക്ക് തോന്നുന്നു അതിലൊരു സ്ഥിരീകരണം ഇന്ന് നൽകുന്നുണ്ട്. നിലവിൽ അവിടുത്തേക്ക് സാഹചര്യം എങ്ങനെയാണ്? വിശദാംശങ്ങൾ. അനുജ, ഞാൻ സാംബയിലെ അതിർത്തി മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ 2-3 വീടുകളിൽ ഇതിനോടകം തന്നെ പോയിട്ടുണ്ട്. ഈ മേഖല വീടുകളിലൊക്കെ തന്നെ വലിയ കേടുപാടില്ല, എന്നാൽ പോലും ഡ്രോണുകൾ പതിച്ച് അതിൻ്റെ ചീളുകളും മറ്റും പതിച്ച് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചുമരുകളും മറ്റും കേടുപാടുകൾ സംഭവിച്ചു. ഞാനിപ്പോൾ ഉള്ളത് ഇതുപോലെ ഒരു വീട്ടിലാണ്. ഈ വീടിൻ്റെ ഇങ്ങോട്ട് വരും. ഈ വീടിൻ്റെ അടുക്കളയാണിത്. ഈ അടുക്കളയിൽ പാചകം നടന്നുകൊണ്ടിരിക്കെ ഈ അടുക്കളയ്ക്ക് മുകളിലേക്ക് ഡ്രോണിന്റെ ഭാഗങ്ങൾ വന്ന് പതിച്ചു. ഈ കോൺക്രീറ്റ് ഇവിടുന്ന് അടർന്നു വീണ് നമുക്കിവിടെ ഈ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ആ സമയത്ത് താഴെ പാചകം ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഓടി വീടിനകത്തേക്ക് പോവുകയായിരുന്നു. ഏതാണ്ട് 8 മണിയോടെയാണ് ഈ തരത്തിൽ ഡ്രോൺ ഇന്നലെ രാത്രി പതിച്ചത്. എത്ര ഡ്രോണുകൾ ഈ സാംബ മേഖലയിൽ എത്തി എന്ന കാര്യം ആർമി എണ്ണം കൃത്യമായി പറയുന്നില്ലെങ്കിലും ഡ്രോണുകൾ എത്തി എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. വീട്ടുകാരൻ ഇവിടെ ഉണ്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി. कितने बजे हुआ ये तकरीबन कोई 8:45 का टाइम था उस समय। तो घर की जो लेडीज थी वो खाना बनाने के लिए वहाँ बैठी हुई थी। 5-7 चपातियाँ बनी थी। तो इतनी देर में सुनते हैं कि बड़ी जोर से धमाका हुआ। तो ऐसा लगा कि शायद कोई ट्रांसफार्मर फट गया होगा। इतनी आवाज हुई और इतनी जो फ्लैश थी उस समय। तो घर के बच्चे जैसे आप देख रहे हैं, ये छोटे छोटे बच्चे अभी बरामदा में खेल रहे थे, बैठे हुए थे, क्योंकि सीज फायर की हुआ था तो हम लोग रिलैक्स थे कि अभी बॉर्डर पे कोई टेंशन नहीं है। तो उसकी वजह से नहीं तो हम लोग बाहर नहीं निकलते हैं। तो जो लेडीज थी वो भागी बाहर को, क्योंकि सर के ऊपर ही आप देखा छत, छोटा सा छत है, ये छत फटा नहीं। अगर फट के नीचे आता तो यहाँ पे कैजुअल्टी हो सकती थी। वो बाहर भागी, उसको भी समझ नहीं आया कि इधर ही गिरा है कुछ। तो वो जब हम लोग छत के ऊपर चढ़ के देखा तो क्या देखते हैं, यहाँ पे ये पूरा जो स्प्लेंडर आपने दिखाए हैं दीवार पे साइडों में लगे हैं, अगर यही थोड़ा सा यहाँ पे आंगन में गिरता तो यहाँ पे कैजुअल्टी हो सकती थी। ये पहले का कांच पहले का टूटा हुआ है। आपने छत के ऊपर जो देखा हुआ है और आपने बर्तन देखे हुआ है कि हमारा जो चूल्हा है, लेडीज उसको पोछा वगैरह फेरते हैं तो ऊपर रख देते हैं, वो पोछा वगैरह लगा के। आपने देखा उनको भी छेद हुए हैं। तो हम लोग सोचते थे कि ये जो टेंशन है खत्म हो गई है, सीज फायर हो गया है, लेकिन कुत्ते की दूम जो सीधी नहीं होगी। तो हम लोग यही अपील करेंगे मोदी साहब से कि इस पूंछ को ही काट दिया जाए। ഏതായാലും അവരുടെ ഒരു അമർഷം കൂടിയാണ് അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചത്. ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 4-5 ചപ്പാത്തികളൊക്കെ അവർ ഉണ്ടാക്കി സ്ത്രീകൾ. അതിനിടയ്ക്കാണ് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫോമറോ മറ്റോ പൊട്ടിത്തെറിക്കുന്ന തരത്തിൽ ഉഗ്ര ശബ്ദത്തോടെയുള്ള ഒരു ശബ്ദം കേട്ടു. പെട്ടെന്ന് തന്നെ അവർ അകത്തേക്ക് ഇറങ്ങി ഓടി എന്നതാണ്. ഈ സീസ് ഫയർ വെടിനിർത്തൽ യാഥാർത്ഥ്യമായതിനു ശേഷം, അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം കുറച്ച് സമാധാനം, റിലാക്സ്ഡ് ആയിരുന്നു എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ പെട്ടെന്നാണ് ഇന്നലെ ഈ രീതിയിൽ സാംബ മേഖലയിൽ ഈ തരത്തിലൊരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിന്റെ ഒരു അമർഷം അദ്ദേഹം പറയുന്നുണ്ട്. അവരുടെ വാല് നേരെയാവുന്നില്ലെങ്കിൽ അത് നേരെയാക്കുക തന്നെ വേണം പാകിസ്ഥാന്റെ എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഇതുപോലെ 2-3 വീടുകളിൽ ഞാൻ ഇതിനോടകം തന്നെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ അതിർത്തി മേഖലയിൽ നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്റർ മാത്രമേ പുറകോട്ട് നമ്മൾ നിൽക്കുന്നുള്ളൂ. ആ മേഖലയിലാണ് ഈ തരത്തിൽ ഡ്രോണുകൾ എത്തുകയും കൂട്ടത്തോടെ എത്തുകയും അത് സൈന്യം അതൊക്കെ തന്നെ തകർക്കുകയും അത് പതിച്ചും മറ്റുമാണ്, അതിന്റെ ചീളുകളും മറ്റും പതിച്ചാണ് ഈ വീടുകൾക്ക് ഈ തരത്തിൽ കേടുപാടുകൾ പറ്റിയിട്ടുള്ളത്. അനുജ, അതാണ് സാംബ. അവിടെയാണ് ഇന്നലെ ഡ്രോണുകൾ വീണ്ടും എത്തിയത്. അത് വെടിനിർത്തൽ ധാരണയ്ക്കൊക്കെ ശേഷം വീണ്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിൽ നാട്ടുകാർക്ക് വലിയ അമർഷമുണ്ട് എന്നതാണ്. ശ്രീനാഥ് ചന്ദ്രൻ തത്സമയമാണ് സാംബയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.